Hello everyone, welcome back to Sandhya's Kitchen World. ഇന്നത്തെ റെസിപ്പി ഹൈദരാബാദി മിർച്ചി കാ സാലൻ. ഇത് പുലാവിനും ബിരിയാണിക്കും നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വന്നാൽ 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്യാം നമുക്ക്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു പാൻ എടുത്ത് വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കാറില്ലേ, ആ മുളകാണത്. എരിവൊക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പച്ചമുളകൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു സവാള ചെറുതായി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി നന്നായി വഴന്നു വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കരയ്ക്ക് പകരം ഒരു നുള്ള് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഗ്രേവിയൊക്കെ നന്നായി വെന്ത് ഓയിലൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഹൈദരാബാദി മിർച്ചി കാ സാലൻ റെഡി ആയിട്ടുണ്ട്. ഇത് പുലാവിനും ബിരിയാണിക്കും വൈറ്റ് റൈസിനും നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്